ഒരു ഇല്യൂഷൻ കാണിച്ചു തരാം. ഈ ചിത്രങ്ങൾ നോക്കൂ. രണ്ടാമത്തെ ചിത്രത്തിന് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ആദ്യത്തെ ചിത്രത്തിന്റെ ഒരു തലതിരിഞ്ഞ കോപ്പി മാത്രമാണ് രണ്ടാമത്തേത്, അല്ലേ? ശരി, ഞാനത് നേരെ കാണിക്കാം. എന്തു തോന്നുന്നു? ഇനി അത് വീണ്ടും തലതിരിച്ചു കാണിക്കാം. നേരത്തെ കണ്ട വികൃത രൂപം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. എന്താണ് ഇതിന്റെ രഹസ്യം? ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് യോർക്കിലെ പ്രൊഫസറായ പീറ്റർ തോംസണാണ് താച്ചർ ഇഫക്റ്റ് എന്നറിയപ്പെടുന്ന ഈ ഇല്യൂഷൻ ആദ്യമായി കണ്ടെത്തിയത്. അദ്ദേഹം മാർഗരറ്റ് താച്ചറുടെ ഒരു ചിത്രമാണ് ഉപയോഗിച്ചത് എന്നതുകൊണ്ടാണ് ഈ പേര്. തലച്ചോർ അത് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെ കാണൂ എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ താച്ചർ എഫക്റ്റ്. കൺമുന്നിലുള്ള ഒരു കാര്യം നമുക്ക് കാണാനേ പറ്റുന്നില്ല. ഈ ഇല്യൂഷന്റെ രഹസ്യം പറയാം. രണ്ടാമത്തെ ചിത്രം തലതിരിഞ്ഞാണെങ്കിലും കണ്ണുകളും ചുണ്ടുകളും മാത്രം നേരെയാണ്. തലച്ചോർ ഇങ്ങനൊരു ചതി പ്രതീക്ഷിക്കുന്നില്ല. അത് പരിണമിച്ച ലോകത്ത് മുഖം മൊത്തം തലകീഴാകുന്നതല്ലാതെ മുഖത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം തലകീഴായി കാണുന്ന അവസ്ഥ നേരിട്ടിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ചിത്രത്തെക്കുറിച്ച് തലച്ചോറിന് കിട്ടുന്ന ഷോർട്ട് ഹാൻഡ് രൂപത്തിലുള്ള സന്ദേശം തലകീഴായ ഒരു മുഖം. മറ്റ് വിശദാംശങ്ങളൊക്കെ ആദ്യത്തെ ചിത്രത്തിൽ ഉള്ളത് തന്നെ എന്നായിരിക്കും. തലച്ചോർ അതിന് കിട്ടുന്ന ഡാറ്റയിലെ വിടവുകൾ പൂരിപ്പിച്ച് ശരി എന്ന് അത് കരുതുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. തല തിരിഞ്ഞ ഒരു സാധാരണ മുഖം എന്നേ അതിന് തോന്നും. എന്നാൽ തല തിരിഞ്ഞ ചിത്രം നേരെ നോക്കുമ്പോൾ ആദ്യത്തെ അനുമാനം ശരിയായിരുന്നില്ല എന്ന് മസ്തിഷ്കം മനസ്സിലാക്കും. വീണ്ടും തലതിരിച്ചു നോക്കിയാൽ തലച്ചോർ ആദ്യത്തെ മണ്ടത്തരം ആവർത്തിക്കും. തല തിരിഞ്ഞ ഒരു സാധാരണ മുഖം. ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ചിത്രങ്ങൾ, പ്രത്യേകിച്ചും ആളുകളുടെ ഛായാചിത്രങ്ങൾ വരയ്ക്കാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ചിത്രം തലതിരിച്ചു വച്ച് അത് നോക്കി വരയ്ക്കുക. ചിത്രരചന അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ സാമാന്യം നന്നായി തന്നെ വരച്ചു പോകും. ചിത്രം വരയ്ക്കാൻ അറിയാത്തവർക്കു പോലും ഈ സൂത്രം ഉപയോഗിച്ചാൽ നന്നായി വരയ്ക്കാൻ സാധിക്കും. ഞാൻ ഗ്യാരണ്ടി. ഇങ്ങനെ തലതിരിച്ചു വരക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വരയിൽ തലച്ചോർ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കാനാകും. ഇങ്ങനെ തല തിരിച്ചു വച്ച് ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകവുമുണ്ട്. ഡ്രോയിങ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ. നല്ല പുസ്തകമാണ്. നല്ല ഛായാചിത്രകാരന്മാർക്ക് ഇങ്ങനെ തലച്ചോറിന്റെ അനാവശ്യ ഇടപെടൽ ഒഴിവാക്കാനുള്ള കഴിവ് ജന്മനാ തന്നെ ഉണ്ട് എന്നാണ് എന്റെ അനുമാനം. അങ്ങനെയെങ്കിൽ ഈ താച്ചർ ഇഫക്റ്റ് സാധാരണ ആളുകൾ കാണുന്നത്ര ശക്തമായി അവരിൽ കാണില്ല എന്നും വരാം. ഇത് കാണുന്നവരിൽ ചിത്രകാരന്മാർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുക.